പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിൽ നമ്മളെടുത്ത പല ക്ലാസ്സുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അടുക്കളയിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളുണ്ട്. ജീരകം, അതുപോലെ തന്നെ ഉപ്പ്, മുട്ട, അതുപോലെ ഉലുവ, വേപ്പില, സവോള, അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാത്ത കുരുമുളക് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് അതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ. ഇന്ന് നമ്മൾ പറയുന്നത് ആ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങളുണ്ടല്ലോ, ആ പാത്രങ്ങളെപ്പറ്റിയുള്ള ഒരു ചർച്ചയാണ്. ഉസ്താദ്, ഈ പാത്രങ്ങളെ പറ്റിയൊക്കെ എന്തിനാണ് ഇത്ര ചർച്ച? ഞങ്ങൾ സാധാരണ വീട്ടിൽ സ്റ്റീൽ പാത്രമുണ്ട്, അലുമിനിയം പാത്രമുണ്ട്, ചില്ല് പാത്രമുണ്ട് അല്ലേ, ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട്. എന്താ ഇപ്പോൾ പാത്രങ്ങൾക്ക് എന്താ പ്രശ്നം? ചില പ്രശ്നങ്ങളുണ്ട്, പാത്രങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. പാത്രങ്ങളിൽ മാത്രമല്ല, പാത്രം കഴുകുന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറാരോഗങ്ങൾ, എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ട് പലർക്കും. ഇത് ഞാൻ എൻ്റെ വകയായി പറയുന്നതല്ല, ഒരുപാട് ഡോക്ടർമാർ പറയുന്നതാണ്. അതുകൊണ്ട് ഉമ്മമാരെ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരെ മാത്രമല്ല ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട, അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ, ചില തവി, അതുപോലെ നമ്മുടെ ഈ മിക്സിയുടെ ജാറ്, അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പല അപകടങ്ങളുണ്ട്, അബദ്ധങ്ങളുണ്ട്. വിശദമായി കേൾക്കാം ആ അബദ്ധങ്ങൾ എങ്ങനെ മാറ്റണം. അതായത് ഒരു 6 കാര്യം നമ്മൾ പ്രത്യേകം അടുക്കളയിൽ ശ്രദ്ധിക്കുക. കൂടാതെ ഒരു സൂറത്ത് പറഞ്ഞു തരാം, ഭക്ഷണത്തിന് രുചിയുണ്ടാവാൻ, ഭക്ഷണത്തിനുള്ള വിഷാംശങ്ങൾ മാറാൻ, അതുപോലെ ഭക്ഷണം തികയാൻ ഒക്കെയുള്ള ചെറിയൊരു സൂറത്ത്. ആ സൂറത്ത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മറക്കാതെ ഓതുക. ഏതാണത്? വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നു, അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും രോഗങ്ങളില്ലാത്ത നല്ല അവസ്ഥയും അല്ലാഹു തആല തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടും റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ വീട് അല്ലേ, നമ്മുടെ വീട് അൽഹംദുലില്ലാ സ്വന്തമായി വീട് ഉള്ള ആളുകൾ വലിയ ഒരു നിഅമത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് ദുനിയാവിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തമായൊരു വീട്. സ്വന്തമല്ല എങ്കിലും വാടകയ്ക്കാണെങ്കിലും ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് അത് വലിയൊരു സന്തോഷമാണ് അല്ലേ. ഇപ്പോൾ വീട് പണി നടക്കുന്നവരുണ്ട്, എൻ്റെ ഉൾപ്പെടെ വീട് പണി നടക്കുന്ന പല സഹോദരന്മാരുമുണ്ട്. അൽഹംദുലില്ലാ അവരുടെയൊക്കെ വീട് പണി അല്ലാഹു തആല ഒരു കടങ്ങളുമില്ലാതെ വേഗത്തിൽ നിർവഹിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വീട് പണിയാൻ വേണ്ടി പ്ലാൻ ഇടുന്നവരുണ്ട്, അതുപോലെ സ്ഥലം നോക്കുന്നവരുണ്ട്, സ്ഥലം വാങ്ങിക്കാൻ ഒരുങ്ങുന്നവരുണ്ട്, വീട് പണി പൂർത്തിയാക്കി ഇനി അതിൻ്റെ താമസം തുടങ്ങാനിരിക്കുന്നവരുണ്ട്, അതുപോലെ വീടില്ല സ്വന്തമായി വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നവർ, അങ്ങനെ ഒരുപാട് വീട് സംബന്ധമായ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഓരോ ആളുകൾക്ക്. ഇപ്പോൾ ഒരു വീട് വെച്ചാൽ തന്നെ നമ്മുടെ വീട് എത്രമാത്രം നമുക്കൊന്ന് ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. കാരണം നമ്മുടെ ഒരു വലിയ സ്റ്റാറ്റസ് കൂടിയാണ്, ജീവിതത്തിൻ്റെ വലിയൊരു സന്തോഷമാണ് നമ്മുടെ വീട്, നമ്മുടെ ഭവനം, സ്വന്തമായൊരു വീടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, നമ്മൾ ദുനിയാവിൽ ഒരു വീടുണ്ടാവാൻ വലിയ ആഗ്രഹമുള്ളവരാണ്. അതുപോലെ നമുക്ക് സ്വർഗത്തിലൊരു വീട് വേണ്ടേ? സ്വർഗത്തിൽ കടന്നാൽ വീട് കിട്ടും എന്നല്ലേ നമ്മൾ കരുതി? അതെ, വീട് കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു വീട് അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വീട്, അതൊരു വീടല്ല, നമുക്ക് ഒരുപാട് വീടുണ്ട് എങ്കിൽ വലിയ ഖൈറല്ലേ, സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എത്രയും വീടുണ്ടാവാൻ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാൻ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയാൽ മതി. ഒരു ദിവസം ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രയാസവുമില്ല. നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് ഓതുന്ന ആ ഒരു അവസ്ഥ വന്നാൽ തന്നെ അൽഹംദുലില്ലാ റാഹത്താണ്. നമുക്ക് 10 അല്ല അതിലധികം നമുക്ക് ഓതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല അവൻ ആഗ്രഹിക്കുന്ന എത്രയും വീട് കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല ഒരുപാട് വീട് വാങ്ങാൻ, വീടുകളുടെ ഉടമസ്ഥരാവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിലെ കാര്യമാണ് കേട്ടോ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വീടിൻ്റെ നട്ടെല്ല്, നമ്മുടെ വിഷയം അതാണ്, വീടിൻ്റെ നട്ടെല്ലാണ് അടുക്കള.
അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാർ ശ്രദ്ധിക്കണം, വീട്ടിലുള്ള വാപ്പമാർ ശ്രദ്ധിക്കണം, മക്കളും എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ, വലിയ രോഗങ്ങൾ, മാറാരോഗങ്ങൾ അടുക്കളയിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറും. പെണ്ണില്ലാത്ത വീടും അടുക്കളയില്ലാത്ത വീടും ഒരേപോലെയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അടുക്കളയോട് പെണ്ണിനെ ഉസ്താദ് ഉപമിച്ചു എന്നല്ല പറഞ്ഞത്. ഒരു വീടിൽ റൂമൊക്കെ ഉണ്ട്, പക്ഷെ അടുക്കളയില്ലെങ്കിലോ ഇതെന്തുട്ട് വീടാ അല്ലേ? അടുക്കളയില്ല, ഭക്ഷണം ഇവിടെ പാചകം ചെയ്യും എന്നതുപോലെയാണ് ഒരു വീട്ടിൽ. ഒരു വീട്ടിലുണ്ട് വാപ്പ ഉണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷെ ഉമ്മയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഭാര്യയില്ല, വീട്ടിലൊരു എന്താണ് നമുക്കൊരു പെണ്ണായിട്ട് ആരുമില്ല എങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ഹൈറില്ല എന്ന് തന്നെ പറയാം. വീടിൻ്റെ വെളിച്ചമാണ് ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ അല്ലേ? ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ, ഞാനിപ്പോൾ ഒന്നും അറിയുന്നില്ല, ഞാനിപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ മുമ്പിൽ ഭക്ഷണം വരും. അതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നു, എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് സഹോദരിമാരുണ്ടാക്കുന്നു അല്ലേ? അപ്പോൾ വീട്ടിൽ പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ബറക്കത്താണ്. അല്ലാഹു തആല ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ഉസ്താദെ കല്യാണം ശരിയാകുന്നില്ല, വിവാഹം ശരിയാകുന്നില്ല, ഒരുപാട് ആലോചനകൾ വരുന്നു. അതുപോലെ തന്നെ പല സഹോദരിമാർക്കും ആലോചനകൾ വരുന്നു, ഒരു ചെറുക്കൻ നല്ല ഒക്കുന്നില്ല, ഇങ്ങനെ പറയുന്നവരുണ്ട്. അല്ലാഹു തആല ഖൈറായ ഇണകളെ അവർക്കൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന എറണാകുളം പള്ളിയിലാണല്ലോ. എറണാകുളം പള്ളിയുടെ പരിസരത്ത് ഒരുപാട് കടകൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് നിന്ന്, കാസർഗോഡ്, അതുപോലെ തിരുവനന്തപുരം, എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ജോലി ചെയ്തിട്ട് പിന്നെ അവരുടെ വീട്ടിലേക്ക് പോകാൻ അവർക്ക് സാഹചര്യമില്ല, വീടൊക്കെ ദൂരെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവർ റൂമുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ റൂമുകളിൽ ഒരു റൂമിൽ തന്നെ 2, 3, 4 ഒക്കെ ആളുകളുണ്ടാകും. പിന്നെ ഭക്ഷണം ചിലപ്പോൾ അവർ ഹോട്ടലിൽ നിന്നായിരിക്കും ഭൂരിഭാഗം ആളുകളൊക്കെ കഴിക്കുക. അപ്പോൾ അവർ ഒരു സഹോദരൻ പറഞ്ഞു, സാറേ നമ്മൾ ഹോട്ടലിൽ എത്ര വില കൊടുത്ത്, എത്ര പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം വാങ്ങി കഴിച്ചാലും വീട്ടിൽ നിന്നും ഭാര്യ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ചിലപ്പോൾ കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറോ ആയിരിക്കും, പക്ഷെ അതിൻ്റെ രുചിയോളം ആവില്ല എന്ന് പല സഹോദരന്മാരും വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലരും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആണും പെണ്ണും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ച് അടുക്കളയിൽ. ഒന്നാമത്തെ കാര്യം അടുക്കളയിലുള്ള പാത്രങ്ങളാണ്. അടുക്കളയിലുള്ള നമ്മുടെ പാത്രങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. അടുക്കളയിലുള്ള പാത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ഗൗരവം കൊടുക്കാറുണ്ടാവില്ല, വളരെ ലാഘവത്തോടുകൂടി എടുക്കുന്നതാണ് അടുക്കളയിലെ പാത്രങ്ങൾ. ചിലപ്പോൾ നല്ല ഫുഡൊക്കെ കൊണ്ടുവരും, നല്ല സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരും അല്ലേ? നല്ല ഭക്ഷണങ്ങൾ, നല്ല പച്ചക്കറി, ഗുണമേന്മയുള്ള പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളത് പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ ആ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പച്ചക്കറിയിലെയും അതുപോലെ തന്നെ പയറുവർഗ്ഗത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ പോവുകയാണ്. കാരണം ആ പാത്രം വളരെയധികം മോശമായിരിക്കും. ഒരിക്കലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം മോശമാവാൻ പാടില്ല കേട്ടോ. എന്താ പ്രശ്നം? ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ നമ്മളൊക്കെ വീടുകളിൽ ഒരുപാട്, ഇപ്പം നമ്മൾ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും, അരികു പൊട്ടിയത്, അല്ലെങ്കിൽ ഹോളുള്ളത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടും പാടും ഒക്കെ ഉള്ള ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാകും അല്ലേ? ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാനിത് എൻ്റെ വകയായിട്ട് പറയുന്നില്ല, ഡോക്ടർമാർ പറഞ്ഞു തരുന്നു. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, ആ പാത്രങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നതെന്നാണ്. നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാറുണ്ട്, അലുമിനിയത്തിൻ്റെ പാത്രമുണ്ട്, ഇരുമ്പിൻ്റെ പാത്രമുണ്ട്, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഗ്ലാസുകളുടെ പാത്രമുണ്ട്. ഇങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ, ഗുണമേന്മ കുറഞ്ഞ ഒരു പാത്രം, ചിലപ്പോൾ നമുക്ക് ചില പൈസ കുറച്ച് കൊടുത്താൽ മതി, പാത്രങ്ങൾ ഒരുപാട് കിട്ടും. പക്ഷെ അത് നമുക്ക് ആരോഗ്യത്തിന് നമ്മളവിടെ കുറച്ച് കൊടുത്ത് നമ്മൾ ലാഭിച്ച പൈസ അത് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ല പാത്രങ്ങൾ തന്നെ വാങ്ങുക. ഒരല്പം പൈസ കൂടിയാലും കുഴപ്പമില്ല. നല്ല പാത്രങ്ങൾ വാങ്ങാൻ ഓരോ ആളുകളും, ഞാനും ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കണം. കാരണം ഇന്നിപ്പോൾ ഡോക്ടർമാർ വളരെ ശക്തമായി പറയുന്നു, നമ്മൾ പാചകം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ കടകളിൽ, ഹോട്ടലുകളിലൊക്കെ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുണ്ടാകും, ചിലപ്പോൾ നല്ല കഴുകലുണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ചൂടാക്കി തരുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും കഴിച്ച് അസുഖങ്ങൾ ഉണ്ടായ എത്രയോ വാർത്തകളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോട്ടലും അങ്ങനെയൊന്നല്ല, നല്ല ഹോട്ടലുകളും ഉണ്ട്.
പറഞ്ഞു വന്നത്, ഒരിക്കലും നമ്മുടെ സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം, ഇരുമ്പ് പാത്രം, നോൺ സ്റ്റിക്ക് പാത്രം, ഏത് പാത്രമാവട്ടെ, നമ്മൾ അതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാകും. ആ ചൂട് പാത്രത്തിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ നല്ല ചൂടുള്ള, ഇപ്പോൾ നല്ല ചീനച്ചട്ടി അല്ലേ, അല്ലെങ്കിൽ നല്ല കുക്കർ, അതിലൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമല്ലോ. എന്നിട്ട് നമ്മൾ എന്താണ് അത് കഴുകാൻ വേണ്ടി നേരെ സിങ്കിലേക്ക്, ആ ചൂടോടുകൂടി സിങ്കിലേക്ക് ഇടും. എന്നിട്ട് പൈപ്പ് തുറക്കും. അപ്പോൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഒരാവിയും ഒരു ശബ്ദമൊക്കെ കേൾക്കൂലേ. നമുക്കത് കേൾക്കാൻ രസമായിരിക്കും, പക്ഷേ അവിടെ അപകടം തുടങ്ങുന്നു എന്നാണ്. അവിടെ അപകടം, നല്ല ചൂടിലേക്ക് ആ തണുത്ത വെള്ളം ചെല്ലുമ്പോൾ ആ പാത്രത്തിലുള്ള പല ഒരുപാട് വസ്തുക്കൾ ചേർന്നല്ലേ ആ പാത്രം ഉണ്ടാകുന്നത്. പല രാസവസ്തുക്കളും അതിൻ്റെ രൂപവും ഗുണവും ഒക്കെ മാറിയിട്ട് വിഷാംശമായി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ പിന്നെ എത്ര കഴുകിയാലും അതിൻ്റെ വിഷാംശം മാറില്ല എന്നാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കുക, എന്ത്, നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രമാവട്ടെ, അലുമിനിയം പാത്രമാവട്ടെ, ഇപ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കർ ഉണ്ടാകും, സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടാകും, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടാകും. അതിൽ ചൂടോടുകൂടി നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളം ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഒന്ന് ആറാൻ വെക്കുക. കുറച്ച് അവിടെ വെക്കുക, കുറച്ച് നേരം വെച്ചാൽ മതി. അത് പതിയെ ഒന്ന് തണുത്തോളും. കുറച്ച് തണുത്തിട്ട് വേണം, കുറച്ചൊന്ന് ആറിയിട്ട് വേണം, ചൂട് കുറഞ്ഞിട്ട് വേണം നമ്മൾ സിങ്കിൽ വെച്ച് പാത്രം കഴുകാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉണ്ട്. സ്ക്രബ്ബർ അതിപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ്? സ്റ്റീലിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ സ്പോഞ്ച് ഉണ്ട്. ഒരു സൈഡിൽ സ്റ്റീലും ഒരു സൈഡിൽ സ്പോഞ്ചും, അങ്ങനെ പല സൈസാണ് ഈ സ്ക്രബ്ബർ നമ്മൾ ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എന്നല്ല, അലുമിനിയം ആവട്ടെ, ഇരുമ്പാവട്ടെ, ഏതാണെങ്കിലും ഒരിക്കലും സ്റ്റീലിൻ്റെ ആ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പി ഉണ്ടല്ലോ, കമ്പി, അതുകൊണ്ട് നമ്മൾ ഉൾഭാഗം, പാത്രത്തിൻ്റെ ഉൾഭാഗം ഉരച്ച് കഴുകാതിരിക്കലാണ് വേണ്ടത്. കഴുകിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പാത്രം തന്നെ കേടാവും. സ്ഥിരമായി അതിങ്ങനെ കഴുകിക്കൊണ്ട് പാത്രം കേടാം. അതിനേക്കാൾ ഉപരി അത് നമ്മൾ കഴുകിയിട്ട് എത്ര കഴുകിയാലും നമ്മൾ പിന്നെ അതിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരുപാട് വസ്തുക്കൾ ചേർത്താണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പല വസ്തുക്കളും ഉള്ളിലേക്ക് ചെല്ലാൻ അതിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ ആ ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് ഉരച്ചു നോക്കിയാൽ മതി. പല പാടുകളും, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് രാസവസ്തുക്കൾ പുറത്തേക്ക് വരും. അത് നമ്മൾ കഴുകിയാലും പോവില്ല, അത് നമ്മൾ വയറ്റിലേക്ക് പോയി പല അസുഖങ്ങളും ഉണ്ടാകും. നമുക്ക് പാത്രത്തിൻ്റെ പുറംഭാഗം കഴുകാൻ നമ്മുടെ പുറം ഭാഗത്ത് കരിയൊക്കെ ഉണ്ടാവില്ല, അത് കഴുകാൻ നമുക്ക് ആ സ്ക്രബ്ബർ ഉപയോഗിക്കാം. അല്ലാതെ ഉൾഭാഗം കഴുകാൻ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്, മറിച്ച് സ്പോഞ്ച് തന്നെ കുറച്ച് നേരം വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് സോപ്പ് നല്ലപോലെ പതപ്പിച്ചിട്ട് ആ സ്പോഞ്ച് വെച്ച് കഴുകുക. ഒന്ന് നല്ല ശക്തിയായിട്ട് ഉരച്ചാൽ തന്നെ അത് വൃത്തിയാകും. അല്ലാതെ ഈ ഇരുമ്പ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കണം. ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് ഒരിക്കലും അത് പാത്രത്തിൻ്റെ ഉള്ളിൽ ഉരച്ച് കഴുകാതിരിക്കലാണ് വേണ്ടത്. സ്ഥിരമായി അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഞാൻ എൻ്റെ ഭാഗമായി പറയുന്നതെല്ലാം ഒരുപാട് ഡോക്ടർമാർ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കുകളിൽ വരുന്ന ആളുകളോട് പറയുന്നതാണ്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പുളി ഉപയോഗിച്ച് അല്ലേ, വാളം പുളിയാവട്ടെ അല്ലെങ്കിൽ സാധാ പുളിയാവട്ടെ, അതുപോലെ വിനാഗിരി ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാമ്പാർ ഉണ്ടാകാം, അല്ലെങ്കിൽ മീൻകറി ഉണ്ടാകാം. അതൊക്കെ നമ്മൾ പാചകം ചെയ്യുമല്ലോ, ഭക്ഷണം പാചകം ചെയ്യും. അത് പാചകം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ വെക്കരുതെന്നാണ്. എന്തൊക്കെയാണ് ഉസ്താദ് നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളൊക്കെ വർഷങ്ങളായി ചെയ്തു വരുന്ന കാര്യം ഇനി ചെയ്യാൻ പാടില്ലെന്നാണോ? ഇനി ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതല്ല, ഇതിനെപ്പറ്റി പഠിച്ച ഡോക്ടർമാർ പറയുന്നതാണ്. യൂട്യൂബിൽ നോക്കിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ. ഒരു ഡോക്ടർ പറയുന്നു, ഭക്ഷണം പാചകം ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മീൻകറി എന്തിലാണ് ഉണ്ടാക്കണേ? ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ മീൻകറി ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ഒക്കെ പാത്രത്തിലായിരിക്കും. പക്ഷെ പണ്ടോ നമ്മൾ ആ ചട്ടി അല്ലേ, മൺചട്ടിയിൽ തന്നെയായിരുന്നു. ഇന്നുണ്ട് കേട്ടോ മൺചട്ടി, നമ്മുടെ വീട്ടിലൊക്കെ മൺചട്ടിയാണ്, നിങ്ങളുടെയൊക്കെ വീടുകളിലും മൺചട്ടി ആയിരിക്കും. മൺചട്ടിയിൽ നമ്മൾ കറി ഉണ്ടാക്കിയാണ്, അത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അവിടെ വെക്കാം, അതിനകത്ത് സൂക്ഷിച്ച് വെക്കാം, കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന മീൻകറി ഒരിക്കലും എന്ത് ചെയ്യരുത്, അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ പാത്രത്തിൽ വെക്കരുതെന്നാണ്. നമുക്ക് പാചകം ചെയ്യാം. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു വലിയൊരു പാത്രമുണ്ട്, ചട്ടിയുണ്ട്, അതിനകത്ത് നമുക്ക് മീൻകറി ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഈ ചില്ലിൻ്റെ പാത്രമുണ്ട്, ചില്ലിൻ്റെ പാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കറിച്ചട്ടി, അല്ലെങ്കിൽ സെറാമിക് ഈ വെളുത്ത കട്ടിയുള്ള പാത്രം ഉണ്ടല്ലോ, അതിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്.
അല്ലാതെ മീൻകറി നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ നമ്മൾ സാമ്പാറിന് ചിലപ്പോൾ ഉണ്ടാക്കും കുക്കറിലൊക്കെ, ആ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, അത് മാറ്റി വെക്കേണ്ടതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ ഉപ്പ് പഞ്ചസാര മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് പഞ്ചസാര ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ വെക്കരുത്. അത് ചില്ലിൻ്റെ പാത്രത്തിലോ, ചില്ല് ഭരണികൾ കിട്ടും അല്ലേ, അതുപോലെ ഭരണി, അതിലൊക്കെയാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. എത്ര പേര് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ പഞ്ചസാര ഇരിക്കുന്ന ഉപ്പ് ഒരു ഭരണിയിലാണ് ഉപ്പ് ഇരിക്കുന്നത്, പഞ്ചസാര ഇരിക്കുന്നത് ഒരു റോസ് കളർ മൂടിയുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. അത് ഇന്ന് പോയി മാറ്റണം. അത് ഏതെങ്കിലും ചില്ലിൻ്റെ പാത്രത്തിലേക്ക് ആക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു ഭരണി. ഇപ്പോൾ ഇഷ്ടംപോലെ ഭരണി കിട്ടും. ഇപ്പോൾ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ വീട് അലങ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമാവണം. ആ പഴയ രൂപത്തിൽ ഇങ്ങനെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നൊരവസ്ഥ ഇന്നിപ്പോൾ ഇല്ല. ഇപ്പോൾ അടുക്കളയെന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊന്നും പുറത്ത് കാണൂലല്ലോ, എല്ലാം ഉള്ളിൽ കഴുകി നല്ല വൃത്തിയാക്കി വെക്കണം. അടുക്കള മാനേഴ്സ് പാലിക്കുന്നവരായിരിക്കണം ഉമ്മമാരും സഹോദരിമാരും. അത് ഉമ്മമാർക്ക് മാത്രം തീരെഴുതി തന്നതൊന്നുമല്ല, ആണുങ്ങളൊക്കെ ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പതിവായി എല്ലാ ദിവസവും നമ്മൾ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കരുത്. കുപ്പി എന്ന് പറഞ്ഞാൽ ഏത് കുപ്പിയാണെന്നറിയോ? മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വളരെ ലോലമായ കുപ്പിയുണ്ട്, നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് ഈ ട്രെയിനിലും അതുപോലെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കുപ്പിയിൽ എന്താണ് സ്ഥിരമായിട്ട് വെള്ളം എടുത്തു വെച്ചിട്ട് കുടിക്കുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല. പിന്നെയോ, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം, നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, ഇത് കണ്ടോ, ഇത് പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഈ കുപ്പിയിൽ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് വെള്ളം എടുക്കാം, നമുക്ക് കുടിക്കാം, വീണ്ടും എടുക്കാം, അങ്ങനെ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു കുപ്പിയാണ്. എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പെപ്സിയുടെ അതുപോലെ തന്നെ 7up-ൻ്റെ അതുപോലെ സ്പ്രൈറ്റിൻ്റെയൊക്കെ കുപ്പി നമ്മുടെ വെള്ളം നിറച്ച് പച്ചവെള്ളം നിറച്ച് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും. അത് സ്ഥിരമായി അങ്ങനെ കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഉപ്പ് ഏതാണ്? പൊടിയുപ്പിനേക്കാൾ ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. കല്ലുപ്പ്, ഇന്ദുപ്പ്, അതാണ് നല്ലത്. ഉപ്പിട്ട് വെക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലാവരുത്, സ്റ്റീലിൻ്റെ പാത്രത്തിലാവരുത്. അത് എന്താക്കണം, ഉപ്പ് പാത്രം എപ്പോഴും മൂടി വെക്കണം കേട്ടോ. കാരണം പല്ലി ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അതുകൊണ്ട് മറ്റേ ഉപ്പിൽ പോയി മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും മൂടിയാണ് വെക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത്, രാത്രി നമ്മൾ എത്ര തിരക്കാണെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മുടെ രോഗങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭർത്താവിനൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാത്രി പാത്രം കഴുകിയിട്ടായിരിക്കണം കിടക്കേണ്ടത്. രാത്രിയാണ് നമ്മുടെ അടുക്കള വൃത്തിയാക്കിയിട്ട് കിടക്കേണ്ടത്. രാത്രിയാകുമ്പോൾ ഉച്ചക്കത്തെ പാത്രവും രാത്രി ഭക്ഷണം കഴിച്ച പാത്രവും ഒക്കെ കൂട്ടി വെക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അത് കഴുകി വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായിരിക്കാം പലരും, എല്ലാവരും അല്ല പലരും. അങ്ങനെ ഉണ്ടെങ്കിൽ രോഗങ്ങൾ വരാൻ പിന്നെ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട, അത് മാത്രം മതിയെന്നാണ്. കാരണം നമ്മളിപ്പോൾ ഒരു 6, 7, 8 മണിക്കൂറൊക്കെ അങ്ങനെ പാത്രം കഴുകാതെ ആ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പാറ്റ, പല്ലി, അതുപോലെ ഒരുപാട് സാധനങ്ങൾ, അതല്ലാതെ തന്നെ ആ ഭക്ഷണവും ആ പാത്രത്തിൽ ഇരുന്നിട്ട് ഒരുപാട് അണുക്കൾ വന്ന് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ വാഷർ, അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ ഇത് ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിൻ്റെ അടിയിൽ അവിടെയൊക്കെ പുഴു വന്നിരിക്കും. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചൊക്കെ ശിഷ്ടം പറഞ്ഞ് കഴുകിയിട്ട് പോകും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ടാകും. അതുപോലെ തന്നെ ഈ മിക്സിയുടെ ജാറിൻ്റെ ഇതുണ്ടല്ലോ, വാഷറുണ്ട്, ആ വാഷറൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ല കറുത്തിരിപ്പുണ്ടാകും. അതുപോലെ സ്പൂൺ ഉണ്ടല്ലോ, നമ്മുടെ സ്പൂണ് പിടി, ആ പിടിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ കറുത്തിരിപ്പുണ്ടാകും. ഇങ്ങനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാതെ അണുക്കൾ കൂടി കറുത്തിരിപ്പുണ്ടാകും പല പാത്രങ്ങളുടെയും സൈഡുകളൊക്കെ. അപ്പോൾ അതൊക്കെ വലിയ അസുഖങ്ങളുണ്ടാക്കും, രോഗങ്ങളുണ്ടാക്കും. അതുകൊണ്ട് രാത്രിയാണ് അടുക്കള ക്ലീൻ ആക്കേണ്ടത്. ക്ലീൻ ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ രാത്രി പാത്രം കഴുകാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വീട്ടിൽ വലിയ ദാരിദ്ര്യമുണ്ടാവാനും സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യമുണ്ടാകുന്ന കാര്യങ്ങൾ മഹത്തുക്കൾ പറഞ്ഞു തന്നതിൽ അതിൽ പറയുന്നൊരു കാര്യമാണ് എന്താണ്, വീട് വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, അടിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് വെക്കുക, പാത്രങ്ങൾ കൂട്ടി വെക്കുക, പാത്രങ്ങൾ കഴുകാതെ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ട്
വേണം നമ്മൾ കിടന്നുറങ്ങാൻ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഖൈറായ ഒരു ജീവിതം, ആരോഗ്യമുള്ള ജീവിതം എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ. എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എന്താ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ എല്ലാ ഉമ്മമാരും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അടുക്കളയിൽ എന്ത് കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞായിരിക്കണം ചെയ്യേണ്ടത്. അരി കഴുകുമ്പോൾ ബിസ്മി പറയുക. അതുപോലെ തന്നെ അരി കഴുകിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇടൂലേ, കലത്തിലേക്ക് ഇടൂലേ, ആ സമയത്ത് ബിസ്മി പറയുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഖുറൈശ് ഓതുക. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ആ ഒരു സൂറത്ത് ഒരുപാട് നേട്ടമുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടെങ്കിൽ അത് പോവാൻ, അതുപോലെ തന്നെ ആ ഭക്ഷണം തികയാൻ, ഭക്ഷണം തികയാൻ, അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി ഉണ്ടാവാൻ ഒക്കെ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ ഖുറൈശ്. അതുകൊണ്ട് ആ സൂറത്തുൽ ഖുറൈശ് ഓതിക്കൊണ്ട് നമ്മൾ പാചകം ചെയ്താൽ ഒരുപാട് നേട്ടം അത് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാകും, ആ ഭക്ഷണം കഴിക്കുന്നവർക്കും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. സൂറത്തുൽ ഖുറൈശ് ലിഇലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് അത് മറന്നു പോകണ്ട കേട്ടോ. എല്ലാവിധ ഖൈറും ബറക്കത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.